കേരള അർബൻ കോൺക്ലേവ് രാജ്യത്തെ മറ്റ് നഗരസഭകൾക്ക് വഴികാട്ടി നഗരനയ വികസനത്തിന് ഒരു നാഴികക്കല്ലാണെന്നും കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടർ എറണാകുളത്ത് നടക്കുന്ന കേരള അർബൻ കോൺക്ലേവ് 2025 മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള അർബൻ കോൺക്ലേവ് 2025 തുടക്കമായി. കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ അസ്പയറിംഗ് സിറ്റീസ് ത്രൈവിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന ആശയത്തിൽ ആരംഭിച്ച കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളം എന്നത് മിക്കവാറും വൻ നഗരങ്ങളുടെയും അനേകം ചെറുനഗരങ്ങളുടെയും സമന്വയമാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നഗരവൽക്കരണത്തെ സമീപിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ചെയ്തത്. വരുന്ന കേരളപ്പിറവി ദിനത്തിൽ തന്നെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. വൻ നഗരങ്ങളും ഉപനഗരങ്ങളുമായി അതിവേഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ വ്യക്തവും സുസ്ഥിരവും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതുമായ നഗരനയം ആവശ്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ഒപ്പം കാലാകാലങ്ങളായി വിദേശ രാജ്യങ്ങളുമായി നിലനിന്ന വാണിജ്യ ബന്ധം, സമാധാന അന്തരീക്ഷം, സാമൂഹിക ഐക്യം, വിശാലമായ തീരദേശം, ഉയർന്ന ജീവിത നിലവാരം, മെച്ചപ്പെട്ട വരുമാന നിലവാരം, കാലാവസ്ഥാ ഘടകങ്ങൾ തുടങ്ങിയവ കേരളത്തിന്റെ നഗരവൽക്കരണത്തിന് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടർ മുഖ്യാതിഥിയായി. കേരള അർബൻ കോൺക്ലേവ് രാജ്യത്തിന്റെ മറ്റ് നഗരസഭകൾക്ക് ഒരു വഴികാട്ടിയും നഗരനയ വികസനത്തിന് ഒരു നാഴികക്കല്ലാണെന്നും ഇത്തരത്തിൽ വിപുലമായ ഒരു ഉദ്യമത്തിന് മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ചടങ്ങിൽ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ചരിത്രത്തിലെ മഹത്തായ മുഹൂർത്തമാണ് കേരള കോൺക്ലേവ് എന്നും ഇത് ഒരു തുടക്കമല്ല, മറിച്ച് ഒരു വർഷം നീണ്ടുനിന്ന ആശയ കൈമാറ്റങ്ങളുടെയും സംവാദങ്ങളുടെയും പരിസമാപ്തിയാണെന്നും മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ശ്രീലങ്ക നഗരവികസന മന്ത്രി അനുര കരുണതിലക, ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള അടിസ്ഥാന സൗകര്യ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗം മാർട്ടിൻ മേയർ, ഹിമാചൽ പ്രദേശ് നഗരവികസന മന്ത്രി വിക്രമാദിത്യ സിംഗ്, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, കേരള അർബൻ പോളിസി കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ M സതീഷ് കുമാർ, MLA മാരായ KN ഉണ്ണികൃഷ്ണൻ, KJ മാക്സി, TJ വിനോദ്, K ബാബു, ഉന്നത വിദ്യാഭ്യാസ വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള, സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ്, GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് VS അക്ബർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരള അർബൻ കോൺക്ലേവിന്റെ ഭാഗമായി കൊച്ചി മറൈൻ ഡ്രൈവ് മൈതാനത്തൊരുക്കിയിരിക്കുന്ന പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ അമ്മയുടെയും കുഞ്ഞിന്റെയും രൂപം ഏറെ കൗതുകകരമായിരുന്നു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞിനെ എടുത്തുയർത്താൻ ഒരുങ്ങുന്ന അമ്മയുടെ രൂപം ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസങ്ങളിലായാണ് കോൺക്ലേവ് നടന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,